ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ. എന്നോടോ തന്റെ പേര്? സ്ലീവ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ. പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം ഇതിനെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണേലും ചെയ്തോളാം. ഇനി എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും താനത് പുറത്തോട്ട് നിന്നേ. പുറത്തോട്ട് നിന്നേ. ചെല്ല്. ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുന്നു പറയണ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അളിയാ അത് നമ്മുടെ നിൽക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അളിയൻ കുറച്ചാൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയനൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയ. എടാ ആ ഡോക്ടറെ കൈക്കൂലിയുടെ ആളാ. അല്ല 500 അങ്ങോട്ട് വെച്ചു കൊടുക്കണം. അറിയാൻ അടുത്ത് ഇങ്ങ് വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തോളാം കേട്ടോ. എൻ്റെ അച്ഛോ, ഇത് ഉറപ്പായിട്ട് ഇൻഡിബേഷൻ വിടേണ്ടത്. പക്ക റേപ്പാ. എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയൻ്റെ അബദ്ധം ഒരു മികച്ചൊരു അവസ്ഥയിലേക്ക് തന്നോ അബദ്ധം? പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഇല്ല ഡോക്ടറെ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്ന് ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. താങ്ക് യു ഡോക്ടർ. അവൾ ഏതാണ് അവള്? ആ ഡോക്ടർ ഡോക്ടർ റോസമ്മ. റോസമ്മേ? ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് മാറിയിട്ടാവേ. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ. ആശാനെ, ഞാൻ ആശാനോടൊരു കാര്യം പറയട്ടെ. ആശാനിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണമെന്നാണ്. സംഭവം നടക്കാനുള്ളതൊക്കെ നടന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം, അതല്ലേ മിടുക്ക്. അല്ലാതെ ചുമ്മാ പറ്റത്തില്ല. കേട്ടാ എന്റെ പൊന്നടാവേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ കേട്ട പാട ഹോസ്പിറ്റലിലെത്തി. അവിടെ എങ്ങും ഒറ്റ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. എന്നടാ ശരിക്കും സംഭവിച്ചേ? ആളുകൾ പറഞ്ഞു കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല. നീ അങ്ങ് ബോധം കെടുത്തി കളഞ്ഞല്ലേ. എന്നടാ ഉണ്ടായ? നീ തുടക്കം തൊട്ട് പറഞ്ഞേ. പറയടാ. വാ പോവാ. ദേ ചേട്ടാ, ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പ്രായം നോക്കത്തില്ല കേട്ടോ.
നീ ഒന്ന് പറയാ. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെ നിർത്തില്ല, അത് കയറി പോ. ഇല്ല ഞാൻ ഇല്ല. ആശാൻ ചെല്ലും. രണ്ടു കൽപ്പിച്ചാൽ കയറി പോവാല്ലേ? പിന്നല്ലാതെ ആശാൻ ധൈര്യമായിട്ടങ്ങ് ചെല്ലുന്നു. അവൻ ശരിടാ. ആ പിന്നെ പുതിയ മണ്ടത്തരമൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ പ്ലീസ്. അമ്മച്ചി ഇതേ സ്ലീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരുടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി. അമ്മച്ചി അവനെ തലേ കയറ്റി വെച്ചോ. ധ്യാനം കൂടെ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടി ടീനെ പാടാ. പറ്റിപ്പോയി അമ്മച്ചി. മതി വിഷമിച്ചത്. മോൻ പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്, ഹെൽത്ത് ദിവസം പുണ്യമുള്ളതാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരുമില്ല. അതോടെ പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ? നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറിയിൽ പോയി കിടന്നാ മതി. ചെല്ല്, പോ ചെല്ല്. പൊറുക്കാൻ പറ്റാത്ത തെറ്റ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. മോള് കിടന്നു. നാട്ടുകാർ പറഞ്ഞ പോലെ ഒന്നുമില്ലെന്നേ. ഞാനാ പൊട്ടനാണ്. പൊട്ടനൊന്നും അല്ല, പിന്നെ ലേശം പൂസായിരുന്നു. എന്റെ പൊന്നടാവേ. തൈ മരത്തിൽ ആരെങ്കിലും സ്ലോട്ടർ ഇട്ടോടാവേ. നീ കറി മുടി വെച്ചായിരുന്നു? അമ്മയല്ലേ രണ്ടാമത് പറഞ്ഞത്. അമ്മച്ചി കൊച്ചെന്തിയെ? അകത്തുണ്ട്. ഡി നീ വല്ലതും സംസാരിച്ചായിരുന്നോ? ഓ, ഞാൻ എന്നെ സംസാരിക്കാനാ ചേച്ചി. രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു, അതെങ്ങും കുടിച്ചില്ല. നീ അകത്തോട്ട് ചെന്നേ. നീ ഇതൊന്ന് പിടിച്ച് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോടി? ആ, എഴുന്നേക്കണ്ട, മോളിരുന്നോ. കഴിച്ചായിരുന്നോ? മോള് വിഷമിക്കണ്ട കേട്ടോ. വരുന്ന വഴി ഞാൻ കുട്ടായിയെ കണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി 1-2 വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു. ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ, അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടിന് ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് പാടി. പോയിട്ട് വരട്ടെ. അയ്യോ, അത് ഇന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില, എടുക്കാൻ മറന്നുപോയി. ആ മോളെ, ഞാനിപ്പോ വരാവേ.
ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസ വരുമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരെ. സ്ലീവാച്ചിനെ കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെയടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേർ. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയാം. ഇതൊന്നും ആ ശശിചേട്ടൻ കേൾക്കണ്ട കേട്ടോ. ഡേ, ആ കൊച്ചിൻ്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും അതിന് പറഞ്ഞേക്കരുത്. ഞാൻ എന്നാ പറഞ്ഞെന്നോ? ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ആ പിന്നെ അയ്യോ, മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചീനെ വീട്ടിൽ കൊണ്ടാക്കൂ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയിൽ മോള് പോകരുത്. ഞങ്ങൾ തകർന്നു പോകും. ഡാനും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ. അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ. മോളിഞ്ഞ് അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഈ ഞാൻ ഉറപ്പ് തരാം. മോള് വാ, എല്ലാം കഴിക്കും. വാ മോള് വാ. എന്തോ നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ? ഇല്ല. പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? ആ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നാ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് വല്ലതും മിണ്ടാൻ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എൻ്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന്. എടാ, അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെയൊക്കെ ഒന്ന് മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ? എൻ്റെ ദൈവമേ, നീ എന്നാടാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനെ എത്ര നാളുണ്ടാകാനാ? ദേ, അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്കുണ്ടാവും. ഡാ, ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? നേർത്താണ്. ഡാ, ദേ അമ്മച്ചി, അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി എന്നെ. വന്നോല്ലാം കഴിക്കുക, എടുത്തു വച്ചിരിക്കുക. ഇങ്ങോട്ട് ചേർന്നിരിയടാ. ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെക്കുറിച്ച്. എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി ഇരിക്കാം അമ്മച്ചി, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട മോളെ, അമ്മച്ചിക്ക് ഉപവാസമാണ്. മോനെടുത്ത് കഴിച്ചോളുമല്ലോ. അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടേരെ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ചു നേരങ്ങളിട്ട് കൂടെ ഒന്നും ഇരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാൻ തോന്നി ആൾക്ക് എന്നോട് ഇങ്ങനെ? പറ.
അമ്മച്ചി ഞാനും വരണ്ട ധ്യാനത്തിന്. നല്ല കാര്യം. മോള് പോയി ഒരുങ്ങി, നമുക്കൊരുമിച്ച് പോവാം. എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. മോളങ്ങോട്ട് കയറും. അമ്മച്ചി കൂടി. ഞാൻ കയറും. അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നാണ്. കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകാ കുടുംബ ജീവിതത്തിന്റെ പ്രസക്തി മലമുഴക്കി വേഴാമ്പലിന്റെ കഥയിൽ വേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഇല്ല അമ്മച്ചി. ഞാനും കൂടിയിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്ന കണ്ടോ? എന്നാ വണ്ടി ഇട്ടിച്ചു വരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഒന്ന് മിണ്ടായിരിക്കാം എന്തോന്നു ഞാൻ പറഞ്ഞു വന്നത്. മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കോമാളിയാ. എടാ, നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെ എത്രയും തള്ളപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, നമ്മുടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച് ചെയ്തല്ല. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും ജോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും. കൊള്ളാം. ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്കെന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവൻ്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടി ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ? എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ഏട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോയല്ലേ ഏട്ടാ? പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ, എന്തിനാടാ ഒട്ടായി നീ മേടിച്ച്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതാണ് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ?
അത് ശരിയല്ല ഏട്ടാ. ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി. ഞങ്ങളൊന്നും പോയില്ലടാ ഹണിമൂണിന്. അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്നിട്ടും ഉണ്ടല്ലോ വെളുക്കണ വരെ എൻ്റെ അടുത്തിരിക്കുവായിരുന്നടാ. ഞാനാണെ ഒന്നും മിണ്ടിയില്ല. ഇപ്പം ആണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്കുക. സ്ലീവാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? എന്നാ? നാണോ? അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നീ നോക്കിക്കോ മോനെ, ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ കൊണ്ട് പോകും. അന്ന് പോയാൽ സെയിം റിസോർട്ടിൽ. എന്നെ സ്ഥലമെന്നറിയാം അവിടെ. ഒരു മലയുടെ മേളിൽ അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹമാണ്. ഇതെവിടെ പോയതാണ്? കല്ലാറ ആശുപത്രി വരെ. വിശേഷം രണ്ടാമത്തെ. അത് ശരി. എന്നാ കൊടിയിലെന്നാ? ഓ അന്ന് കെട്ടിക്കൊടുത്താ മതി. ആ നേരെ തുണി എടുത്തോ? ആ തുണി എടുത്തു. നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. വേറെന്താ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ല. അമ്മുക്കുട്ടി, പാഷൻ ഫ്രൂട്ട്. അമ്മ ഞാൻ വന്നേക്കാം. എടാ നീ ഉണ്ടോ? ഞാൻ കൊച്ചിനെ കൊണ്ടു വന്നേക്കാം. ആ ശരി ശരി. ഞങ്ങളിപ്പോൾ സ്ലീവാസിനാരി മിണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു സ്ലീവാസൻ പാവ, ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്നും പറഞ്ഞു. അന്ന് ഹണിമൂണിന് ഇപ്പോൾ ചേട്ടന് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമെന്നും പറഞ്ഞു. നീ എന്നെ പരിപാടി ഇടോ കാണിച്ച്. നിനക്ക് ആ കേസ് കൂടെ പറയേണ്ട എല്ലാ ആവശ്യമുണ്ട്. ഇത് ചേച്ചി എന്നാ പറഞ്ഞ? ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഇല്ല, ഞാൻ എന്നാ അറിയുന്നത്. അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല. ഒരു പ്രാവശ്യം സംസാരിച്ചു, പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. എൽദു ചാച്ചനെ പോയി കാണണോ വേണ്ടിയോ എന്നാണ്. അതൊന്നും നോക്കണ്ട. നീ എന്ത് തീരുമാനം എടുത്താലും ചേട്ടൻ കൂടെ ഉണ്ടോ? അവനെന്ന് പെണ്ണാണാൻ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ. അവൻ്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും. ഞാൻ പിന്നെ നിങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നീനിത് വീട്ടിൽ വിളിച്ച് പറയണ്ട. ഞാൻ അവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ആ നീ ഒരു ഡിസിഷൻ എടുത്തോ, ചേട്ടൻ കൂടെ ഉണ്ടാവും. ഞാനേ ഇവിടെ ഷിഫ്റ്റിന് സമയം, ഞാൻ പിന്നെ വിളിക്കാം. ഒറ്റയ്ക്കിരുന്നും ബോറടിക്കാൻ ഓർത്ത് കയറിയതാ. ആ വാതിലൊന്ന് ചാരു. സുരേഷ് ഗോപിനെ പറ്റി സംസാരിച്ചിരുന്നില്ലേ? കുറ്റിയിടണ്ട. അന്ന് ഹണിമൂണിന് പോയപ്പോൾ പനിയില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല. എനിക്കതൊട്ടും കഴിയില്ല. എൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ. അയ്യോ അതല്ല അങ്ങനെ പറയുന്നത്. റിൻസിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് ഞാനല്ലേ? അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്നെ പറഞ്ഞു വരുന്നത്? ധ്യാനം കഴിയുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അമ്മച്ചിയോട് പറയുമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരു പെണ്ണിനോട് ഇങ്ങനെ ഇങ്ങനെ തുടർന്നത്. അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ തന്നോട് ചെയ്തു. റിൻസി എന്നോട് ക്ഷമിക്കണം.
എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാൻ പാടുള്ളൂ.